കൃഷ്ണ ഗുരുവായൂരപ്പാ. നാരായണ 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 നാരായണ. പൊന്നു ഗുരുവായൂരപ്പാ ശരണം. ഗോപാലരത്നം ഭുവനേകരത്നം ഗോപാംഗനായൗവന ഭാഗ്യരത്നം ശ്രീകൃഷ്ണരത്നം സുരസേവ്യരത്നം ഭജാമഹേ യാദവവംശരത്നം. ശ്രീവാസുദേവ ഭവതീയപദാരവിന്ദഭക്തി പരാജനയതി സ്വയമേവ ധന്യാ ജ്ഞാനം വിരക്തിമപി യദ്രസനാതലേ ത്വം നാമാമൃതം വസതി നാഥ നമോസ്തു തസ്മൈ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഇന്നിപ്പോൾ നമുക്ക് ഗർഗാചാര്യൻ വന്ന് അനുഗ്രഹിച്ചു. ആ ഭാഗമാണ് അനുസ്മരിക്കാനുള്ളത്. ഗോപാലന്മാർക്ക് ഇത് കേട്ടിട്ട് എന്തോ മന്ത്രം ജപിക്കുന്നു. പിന്നെ ആചാര്യനല്ലേ ഗർഗാചാര്യൻ, എന്തോ മന്ത്രം ജപിക്കുന്ന അവർക്ക് തോന്നിയിട്ടു. ഇദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം പറയുന്ന ഗർഗാചാര്യ പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും പറയുകയാണ് അദ്ദേഹം, നന്ദഗോപരെ ഭാഗ്യം അമൂർത്തമാണ്, തികഞ്ഞ ഭക്തനാണ് നിങ്ങൾ. ദൈവം തന്നെ ശിശുവായെന്ന് കരുതിയാൽ മതി എന്നും കൂടി പറഞ്ഞു വെച്ചോടെ. അപ്പോൾ ഗർഗാചാര്യൻ്റെ വാക്കുകൾ നന്ദഗോപൻ അക്ഷരം പ്രതി ഉൾക്കൊണ്ടു. കാലത്തിൻ്റെ ഗർഭത്തിൽ വളർച്ച മുറ്റുന്ന യാഥാർത്ഥ്യങ്ങൾ പാവം നന്ദഗോപനുണ്ടോ അറിയുന്നു. പാവത്തിനൊന്നും അറിഞ്ഞില്ല, എന്നാലത് ശരിവെച്ചു പറഞ്ഞത്. ഇനി നമുക്കൊന്ന് മധുരയിലേക്ക് പോയി നോക്കാം. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയണ്ട. നമുക്കിപ്പോൾ നാരദരുടെ പണിയാണ്. നമുക്ക് അവിടെയും പോകണം, ഇവിടെയും പോകണം, അവിടെയും പോകണം, ഇവിടെയും പോകണം. അപ്പോൾ ദേവകിയും വസുദേവരും നിശബ്ദരാണ്, ഒന്നും സംസാരിക്കുന്നില്ല. അവർ 8 കുട്ടികളുണ്ടായി, 8ഉം പോയി പലതരത്തിലായിട്ടും. പിന്നെ എന്തെന്നാ അവർ സംസാരിക്കേണ്ടത്? എന്തൊരു വിധിയാണ് തങ്ങളുടേത്. തിരിഞ്ഞു നോക്കുമ്പോൾ ആസ്വദിക്കാൻ എന്തുണ്ട്? ഒന്നുമില്ല. വിവാഹത്തിൻ്റെ അന്ന് തൊട്ടൊരു ദുർദശ തന്നെയാണ് ദേവകിക്കും വസുദേവർക്കും. വേദന മാത്രമാണ് അവർക്ക് കൈമുതലായിട്ടുണ്ടായിരുന്നത്. അവസാനം പ്രസവിച്ച കുട്ടിയും തങ്ങളുടേതല്ലാതായി. എങ്കിലും ആനന്ദികയ്ക്കാണ് വേണ്ടത്. അവൻ ഇവിടെയായിരുന്നെങ്കിൽ കംസന്റെ മുഷ്കുരുണ്ട കരതണ്ടുകൾക്ക് ഇരയാകുമായിരുന്നു. അപ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ആ കുട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെയും അതിൻ്റെ പണി കൊടുക്കുമായിരുന്നില്ലേ. അതിൻ്റെ പണി ഒരുക്കാൻ കംസനെ ആവൂല. പക്ഷേ ഇവരങ്ങനെയല്ലേ വിചാരിക്കുന്നത്, പാവങ്ങൾ. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ അവകാശമുണ്ട്, വകുപ്പുണ്ട് എന്ന് അവർ മനസ്സിൽ വിചാരിക്കുന്നത്. കണ്ടില്ലെങ്കിലും വേണ്ടില്ല, അവൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ആ അറിവ് തന്നെ തങ്ങൾക്ക് ധാരാളം. ദേവകിക്ക് 100 സംശയങ്ങളുണ്ട്. എന്തൊക്കെ ചോദിക്കണം എന്നൊന്നും ചോദിക്കാൻ തോന്നുന്നില്ല, പറയുന്നില്ല, അത്രയേ ഉള്ളൂ. വസുദേവർ കുഞ്ഞിനെ എവിടെയാണ് കിടത്തിയത്? അവൻ കരഞ്ഞായിരുന്നോ? കാളിന്തി എങ്ങനെയാണ് കടന്നത്? പേടി തോന്നിയില്ലേ? യശോദയെ ഉണർത്താതെ പോന്നത് എന്താണ്? ഇതൊക്കെ സംശയമാണ്. യഥാർത്ഥത്തിലെ ചോദ്യങ്ങൾക്ക് 100 പ്രാവശ്യം ഉത്തരം നൽകിയതാണ്. എങ്കിലും ദേവകി ചോദിക്കുന്നു, ചോദ്യങ്ങൾക്ക് ഉത്തരം കേൾക്കുന്നു. അതിലൂടെ അവരുടെ മനസ്സ് അമ്പാടിയിലെത്തുന്നു. യശോദയുടെ സമീപം കാൽ കുടഞ്ഞ് കരപുടം വിടർത്തി ചുണ്ട് പിളർത്തി ചുവന്ന മോണ കാട്ടി പുഞ്ചിരിക്കുന്ന കേശവനെ കാണുന്നവര്. ദേവിയുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു. സ്തനതടങ്ങൾ ചുരക്കുന്നു. ത്രിവലികളിലൂടെ പാലൊഴുകി പൊക്കിൽ കൊടി നിറയുന്നു. എന്തൊരു കഷ്ടാന്നാലോചിച്ചോക്കറ. ഒരു പ്രസവിച്ച മക്കൾക്ക് മുലയൂട്ടാനുള്ള ഭാഗ്യം വരെ ഇല്ലാന്ന് വെച്ചാലേ എന്തൊരു കഷ്ടാണ്. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നു. ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതാണ് അമ്മ, പ്രപഞ്ചമാതാവ്. ഗർഗാചാര്യൻ നാമകരണം കഴിഞ്ഞ് നേരെ വന്നത് ദേവികയുടെ ഭവനത്തിലേക്കാണ്. ആചാര്യനെ കണ്ട സമയത്ത് ദേവികയും വസുദേവരും അദ്ദേഹത്തിന് സമീപം ചെന്നു. ആചാര്യൻ എല്ലാ കാര്യങ്ങളും വിസ്തരിച്ച് പറഞ്ഞു. അതുമാത്രമല്ല, വിളിച്ച പേരും പറഞ്ഞു കൊടുത്തു. ആചാര്യനെ അറിയാലോ ഇത് ഇവിടുത്തെ കുട്ടിയാണെന്ന്. കൃഷ്ണൻ. ആ പേര് ദേവിക എത്ര പ്രാവശ്യം ആവർത്തിച്ചു അറിയില്ല. ഒരു മന്ത്രധ്വനി പോലെ ആ ശബ്ദങ്ങൾ ദേവിക ഉരുക്കഴിച്ചു കൊണ്ടേയിരുന്നു.
ആചാര്യൻ അവരെ ആശീർവദിച്ചു. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണന്റെ മാതാപിതാക്കളാണ് നിങ്ങള്. ലോകത്തിന് ആർക്കും കിട്ടാത്ത പദവിയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ലോകാചാര്യരാണ്, ജഗൽപിതാക്കളാണ് നിങ്ങൾ. ഒരു മാതാവിനും പിതാവിനും അഭിമാനിക്കുവാൻ ഇതിൽ കൂടുതൽ എന്ത് വകയാണുള്ളത് എന്ന് ഗർഗാചാര്യ ഇവരോട് പറയുന്നു. പിറ്റേന്ന് ആചാര്യൻ കൃഷ്ണന്റെ രൂപം പതിഞ്ഞിട്ടുള്ള ഒരു പ്രതിമ അവൾക്ക് നൽകി. ആ നിറം തന്നെ, എൻ്റെ തങ്കക്കുടത്തിൻ്റെ തനി സ്വരൂപം തന്നെ. ദേവകി പറഞ്ഞു, ഞാൻ വിലങ്ങനെ എടുത്തും കൊണ്ടുപോയപ്പോൾ നിലാവിൽ അവൻ്റെ പുഞ്ചിരി കണ്ടു. ഇതുപോലെ തന്നെയായിരുന്നു അത്. വസുദേവർ പറയുന്നു. ആചാര്യൻ അവരുടെ ലൗകികാനന്ദത്തിൽ നിർവൃതി അടഞ്ഞു. സന്തോഷമായി ആചാര്യന്. ഇങ്ങനെ ഒരു സമ്മാനം കൊടുക്കാൻ തോന്നിയില്ലേ എനിക്ക് എന്ന് തോന്നി ആചാര്യക്ക്. ആ ചിന്തയും പരമാത്മാവിൽ തന്നെയാണല്ലോ ലയിക്കുന്നത്. സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളുടെ അഭേദം ഇവിടെ വേണ്ട. ശ്രീകൃഷ്ണനെ പുത്രഭാവത്തിൽ ആരാധിക്കുകയാണ്. ഇവിടെ ദ്വന്ദ്മില്ല, ഏകം മാത്രം. ഈ പരമനിർവൃതിയാണ് ആനന്ദസന്ദായകം. ആചാര്യൻ ആ മാതാപിതാക്കളെ മനസ്സുകൊണ്ട് ആദരിച്ചു. അവർ തന്നെക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാരാണെന്ന് അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. പരമപുരുഷന് ബീജത്തിലും ഉള്ളിലും ഉൾക്കൊണ്ടവരല്ലേ അവർ. ധന്യർ, പൂജനീയരാണവർ. ദിവസത്തിൽ ഏതെങ്കിലും നിമിഷത്തിൽ ഗർഗാചാര്യനോ അക്രൂരനോ എത്തും. ദിവസവും ഒരു തവണയല്ല അവരങ്ങനെ വരാറുണ്ട് ഇവിടെ. ഇപ്പോൾ പരമപുരുഷന് ദിവസ വിശേഷങ്ങൾ പറയും. എന്നിട്ട് വസുദേവരും പത്നിയും സ്വതന്ത്രരായെങ്കിലും അവർ പുറത്തിറങ്ങാറേയില്ല. വീട്ടുതടങ്കലിൽ തന്നെയാണ് നൃത്തം, പുറത്തിറങ്ങില്ല. കൃഷ്ണനാമ ജപങ്ങളുമായി മകൻ്റെ ലീലകൾ മനസ്സിൽ കണ്ട് ഭവനത്തിൽ തന്നെ കഴിയും അവർ. അക്രൂരന് വന്ന് വിശേഷങ്ങൾ പറയും. എല്ലാം കൃഷ്ണനെ കുറിച്ച് തന്നെ, വേറൊന്നും പറയാനില്ല. പക്ഷെ കംസനെ ഭയന്ന് ദേവകിയും വസുദേവനും അമ്പാടിയിലേക്ക് പോയതേയില്ല. ഇപ്പോഴും അവരുടെ മേൽ ചാരന്മാരുടെ നോട്ടമുണ്ടെന്ന് അവർക്കറിയാം. എല്ലാത്തിനും ഒരവസാനമുണ്ടാകുമെന്ന് കരുതി അവർ കാത്തിരുന്നു. എത്ര വർഷം? 12 വർഷത്തോളം കാത്തിരിക്കണ്ടേ പാവങ്ങൾ, അച്ഛനും അമ്മയും. എന്തൊരു കഷ്ടമാണ്. പിന്നെന്ത് ചെയ്തു? കംസന്റെ വാക്കുകൾ കർത്തവ്യമായി കരുതിയ രാക്ഷസൻ നാരി ഉണ്ടല്ലോ, അന്ന് തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. പൂതന രാക്ഷസിയായതിനാൽ ഇഷ്ടമുള്ള രൂപം വരുവാൻ അവൾക്ക് ഏതും ശ്രമമുണ്ടായില്ല. പൂതന ഒരു ഗോപാല പെൺകൊടിയായി അണിഞ്ഞൊരുങ്ങി. മഷിയെഴുതി കണ്ണുകൾ കറുപ്പിച്ചു. കുറിഞ്ഞി പൂമ്പൊടി കൊണ്ട് മുഖം മരുണാഭമാക്കി. ഒറ്റയായി കുരുക്കി വെച്ച മുടി നാഗഫണാകൃതിയിൽ ഒരുക്കി നിറയെ പൂക്കൾ ചൂടി പൂക്കാടാക്കി മുടി. ഇങ്ങനെ ഒന്നാകെ ഒരു ജടകെട്ടിയ മുടിയല്ലേ രാക്ഷസിക്കൽ ഉണ്ടാവല്. വിവിധ നിറത്തിലുള്ള പൂക്കൾ തലയിൽ വർണ്ണാഭ പരത്തി. ആഭരണങ്ങൾ കഴുത്തിന് കാന്തി ഏകി. വിശിഷ്ട പട്ടാമ്പരമണിഞ്ഞവള്. ത്രിവലികൾ തെളിയുമാറ് പുടവ താഴ്ത്തി ചാർത്തി ജന്തു. മദനമോഹിനിയായി, മഞ്ജുളാംഗിയായി, ലളിത ശോഭിതയായി പൂതന ഗോകുലത്തിൽ കടന്നു ചെന്നു. അവരുടെ ഉന്നതവും പീനവുമായ കുജകുംഭങ്ങളിൽ വിഷം തേച്ചിരുന്നു. കുട്ടികളുടെ ഭവനത്തിൽ പരിചിത ഭാവത്തിലെത്തി അവരെ ഓമനിച്ചും ലാളിച്ചും വശത്താക്കും. എന്നിട്ട് ആ കുഞ്ഞിനെ താലോലിച്ച് മുല നൽകും. അവൾ കടന്നുപോയി ക്ഷണ നേരത്തിൽ ശിശു മരിക്കും. ഇതാണിപ്പോൾ അവിടെ ഒരു ഡ്യൂട്ടി. പൂതന നടന്നിറങ്ങി അല്പം കഴിയുമ്പോൾ അവിടെ നിന്ന് വരുന്ന ആക്രന്ദനം അവളെ കോരിത്തരിപ്പിക്കും. വിജയഭാവത്തിൽ അവൾ അടുത്ത ഭവനം ലക്ഷ്യമാക്കും. അവലക്ഷണം. ശ്രാവണത്തിൽ ജനിച്ച കുട്ടികൾ മധുരയിൽ ഇല്ലാതായി തുടങ്ങി. എല്ലെണ്ണത്തിനെയും കൊല്ലലായി. ജനങ്ങൾ ഭയന്നു. പരിചയമില്ലാത്തവർ കടന്നു വന്നാൽ പൂമുഖവാതിൽ തുറക്കാതെയായി. മരണം വന്ന് മുട്ടി വിളിക്കുന്നതായാലോ ചില സമയത്ത്. സാധുക്കൾക്ക് പോലും അവിടെ ഭിക്ഷ ലഭിക്കാതെയായി. മരണം ഏത് വേഷത്തിലാണ് വരുന്നതെന്ന് ആർക്കറിയാം? സന്യാസിമാരുടെ രൂപത്തിലുമാകാം. മധുര 17ന്റെ രൂപത്തിലായിരുന്നു ആദ്യം മരണം എത്തിയത്. ഗോപന്മാരും അന്ധകരും ഭയന്നു. പൂതന വന്ന് ശിശുക്കളെ ഹനിച്ചത് കംസന്റെ നിർദ്ദേശമനുസരിച്ചായിരുന്നു. അങ്ങനെ എല്ലാവർക്കും അത് മനസ്സിലായി. അതോടെ ജനങ്ങൾ കംസനെ കഠിനമായി വെറുക്കാൻ തുടങ്ങി. അവർ മനസ്സിൽ ചക്രവർത്തിക്കെതിരെ വിദ്വേഷം കൂട്ടി. ചാരന്മാരുടെ കംസൻ വാർത്തകൾ ശേഖരിച്ചുകൊണ്ടേയിരുന്നു. അന്നൊരു പുതിയ വാർത്ത എത്തി. ദേവകി പ്രസവിച്ച നാളിൽ അമ്പാടിയിൽ നന്ദഗോപനൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. ആൺകുട്ടിയാണ്. പോരെ. നന്ദഗോപന് മകനോ? കംസന് സംശയമായി. പ്രായമേറിയായ മനുഷ്യനാണ് നന്ദൻ. യാദവരിൽ പ്രമുഖൻ തന്നെ. പിരിവും കരവും യഥാസമയം തന്നിട്ടുമുണ്ട്. പിന്നെ എങ്ങനെ പീഡിപ്പിക്കും? എങ്കിലും പൂതനയെ വിളിച്ചു പറഞ്ഞു.
ഇത് ആശ്വിനി മാസമാണ്. കാര്യങ്ങൾ എവിടെ വരെ എത്തി? ദിവസവും കർമ്മം അനുഷ്ഠിക്കുന്നുണ്ട് അടിയൻ. ആ, അമ്പാടിയിൽ നന്ദഗോപനൊരു പുത്രൻ ജനിച്ചിട്ടുണ്ട്. ദേവകിക്ക് കുഞ്ഞു പിറന്ന രാത്രിയിൽ. നീ അതറിഞ്ഞായിരുന്നോ? പ്രഭു, അടിയൻ ആ വാക്കുകൾ പൂർണ്ണമാക്കുവാൻ പൂതന പ്രയാസപ്പെട്ടു. പോയിക്കൊള്ളൂ, അമ്പാടിയിലേക്ക് നടന്നോളൂ. ഏറ്റ ജോലി ഭംഗിയായി ചെയ്തു തീർക്കണം. അത് കഴിഞ്ഞേ മധുരയിലേക്ക് വരാവൂ. അല്പം സ്വരം കടുപ്പിച്ചാണ് കംസൻ അത് പറഞ്ഞത്. അമ്പാടി ഇതിനുടെ തീരത്തുള്ളൊരു കൊച്ചു യാദവ ഗ്രാമം. പൂതന ആ ഗ്രാമത്തിലേക്ക് നടന്നു. തുലാമാസ പൗർണമി. കാർമേഘമൊഴിഞ്ഞു പൂമാനം തെളിയുന്ന മനോഹര രാത്രി. ചിങ്ങം കന്നി തുലാവം 3 മാസം ഉണ്ണിക്ക്. അന്ന് ഗോപന്മാർക്ക് ഉത്സവമാണ്, അശ്വിനി ഉത്സവം. എല്ലാ വീടുകളിലും മധുര പലഹാരങ്ങൾ ഉണ്ടാക്കും. നെയ്യിൽ പൊരിച്ച അപ്പമാണ് പ്രധാനം. മധുരം കഴിച്ചു പുതുവസ്ത്രമണിഞ്ഞ് ആനതാംഗിയായി ഒഴുകുന്ന കാളിന്തിയുടെ മണൽപ്പരപ്പിൽ അവർ ഒത്തുകൂടുന്നു. സുന്ദരികളായ ഗോപാല വനിതകൾ നൃത്തം ചെയ്യും. ഗോപാലന്മാർ വേണു വായിക്കും. ഒരു ഉത്സവം തന്നെ, ആഘോഷം. അവർക്ക് അതൊക്കെ തന്നെയല്ലേ ആഘോഷം, വേറെന്തെന്ന് അവർക്കുള്ളത്? ചന്ദ്രനെയും ചന്ദ്രികയും പുകഴ്ത്തിപ്പാടും. പാലൊളി ചന്ദ്രികയിൽ നീലനദി വെള്ളി പോലെ തിളങ്ങും. ഈ ദിവസം പകലാണ് പൂതന അമ്പാടിയിലെത്തിയത്. തുലാമാസത്തിൽ എനിക്ക് 3 മാസം ആയി. ആ സമയത്ത് പല ഭവനങ്ങളിലും അവൾ കയറിയിറങ്ങി മധുരം കഴിച്ചു. ആരെയും ആകർഷിക്കുന്ന വേഷമായിരുന്നു അവളുടേത്. ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല, അതിസുന്ദരിയായിട്ടല്ലേ വന്നത്. ഓരോ സ്ഥലത്തെത്തുമ്പോഴേക്കും അവിടെയുള്ള ഒരു പരിചിത ഭാവം അവൾ ഉൾക്കൊള്ളും. അങ്ങനെ സായാഹ്നത്തിന് മുമ്പ് പൂതന നന്ദന്റെ ഭവനത്തിലെത്തി. മുറ്റം കടന്നപ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് പോലെ തോന്നി. ശരീരത്തിന് ചുറ്റും തമസ് വ്യാപിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. എങ്കിലും ലളിതവസ്ത്രധാരിണിയായ ഒരു കുടുംബിനിയുടെ വേഷത്തിൽ പൂതന നന്ദന്റെ ഗോപപാഠത്തിലെത്തി. അവിടെ തുടങ്ങി മായ. ഇവള് വരുമ്പോൾ തന്നെ ഒരു അന്ധകാരത്തിലാഴ്ത്താൻ ഉണ്ണിക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. യശോദ കുഞ്ഞിന് മുല നൽകി തൊട്ടിൽ കിടത്തി. പാല് വാങ്ങുവാൻ വന്ന ഗോപപാലർക്ക് പാല് നൽകി. സായാഹ്നമാകുന്നു. തികച്ചും സുന്ദരിയായി ഭവനത്തിലേക്ക് കയറി വരുന്ന പൂതനയെ കണ്ട് യശോദ ക്ഷണിച്ചു. വരൂ, ഇരിക്കൂ. മധുരയിൽ നിന്ന് വരികയാണ്, ഉത്സവം കാണണം, മടങ്ങിപ്പോകണം, അവൾ പറഞ്ഞു. യശോദയുടെ ബന്ധുവിൻ്റെ വേഷമായിട്ടാണ് അവൾക്ക് തോന്നിയത്. പൂതനയെ യശോദ ആദരിച്ചു. കാച്ചിയ പാൽ കുടിക്കുവാനും കൊടുത്തു. എവിടെ കുഞ്ഞ്? നീ പ്രസവിച്ചിട്ട് ഞാൻ ആദ്യമാ. ആൺകുഞ്ഞാണെന്ന് കേട്ടു. എവിടെ അവൻ? സന്ധ്യയായില്ലേ? അവൻ ഉറങ്ങി എന്നാണ് തോന്നുന്നത്. യശോദയുടെ വാക്കുകൾ കേട്ടപ്പോൾ കാലലീലകളാടുവാൻ കൃഷ്ണൻ ഉണർന്നു കരഞ്ഞു. മോനെ ഞാൻ എടുക്കാം, നീ വീട്ടുപണി നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് പൂതന മോനെ എടുത്തു. അപ്പോൾ തന്നെ കള്ളക്കണ്ണൻ്റെ കരച്ചിൽ മാറി. വേഗം പറഞ്ഞവർ, എനിക്ക് നിന്നെ കൊല്ലാൻ തിരക്കായി, കൊണ്ട് വേഗം പറഞ്ഞിട്ടാണ് കാലലീല ആടിയത്, കരഞ്ഞത്. പൂതനയെ നോക്കി അവൻ പുഞ്ചിരിച്ചു. പൂതനയിൽ ഒരു നിമിഷം മാതൃഭാവം തള്ളിരിട്ടു. കണ്ണിനെ കൊല്ലുവാൻ എടുത്തിരിക്കുകയാണെന്ന കാര്യം മറന്നു. മസൃണമായ ആ മേനി പൂതനയിൽ മാതൃത്വം വളർത്തി. ഒരു നിമിഷം വന്ന കാര്യം മറന്നവൾ കൃഷ്ണനെ ചുംബിച്ചു. മാതൃത്വത്തിൻ്റെയും പൂർവജന്മത്തിൻ്റെയും കഥ ഒരു നിമിഷം അയവിറങ്ങി. പ്രകൃതിയുടെ പൂർവകാണ്ഡത്തിലേക്ക് കാലം കടന്നുപോയി. കണ്ണൻ വീണ്ടും കരയുവാൻ ഭാവിച്ചു. കുഞ്ഞിന് വിശക്കുന്നു അല്ലേ? വീട്ടിൽ ഞാൻ മോന് പാല് കൊടുക്കുന്ന നേരമാണ്, പാല് കുടിച്ചോളൂ. ഓ മോൻ, ഇവൾക്കെന്ത് മോൻ, പ്രസവിക്കാതെ ജന്തുവിന്. ആ വാക്കുകൾ കേട്ട് നന്ദിപൂർവ്വം യശോദ ചിരിച്ചു. അവൾ മറ്റു ചില കാര്യങ്ങളിൽ വ്യാപൃതയായി. പൂതന തക്കത്തിൽ വിഷം തേച്ച മുലക്കൺ ഉത്തരീയം ഉയർത്തി കുഞ്ഞിൻ്റെ വായിൽ തിരികെ. യശോദ കുട്ടികൾക്ക് പാൽ നൽകുന്നതിൽ മുഴുകി. അവിടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളും ഓരോ ജോലികളിൽ ബദ്ധശ്രദ്ധരായി. എല്ലാവർക്കും പണിയില്ലേ? അപ്പോൾ ആ സ്ത്രീകൾക്ക് എപ്പോഴും പണി തന്നെ. ഈ സമയത്ത് പൂതന കുഞ്ഞിനെയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ആ സമയമെല്ലാം മായാഗോപാലൻ വിഷം തേച്ച പൂതനയുടെ സ്തനതടത്തിൽ നിന്നും ദുഗ്ധം വലിച്ചു കുടിക്കുകയായിരുന്നു. വിഷഹരനായ ശ്രീഹരിയിൽ വിഷമേൽക്കുന്നത് വിഷമമാണെന്ന് രാക്ഷസി ഉണ്ടോ അറിയുന്നു? ഒട്ടത്തിയല്ലേ അവള്. ഉണ്ണിക്കണ്ണ മുല വലിച്ചു കുടിക്കുക തന്നെ. പൂതനക്ക് വേദനിച്ചു. മുല മാത്രമല്ല, നെഞ്ചും വലിഞ്ഞു വരുന്നത് പോലെ തോന്നി. മതി, വിടൂ. രാക്ഷസി കുഞ്ഞിൻ്റെ മുഖം സ്തനതടത്തിൽ നിന്നും തള്ളി മാറ്റി. പക്ഷെ കണ്ണനുണ്ടോ വിടുന്ന്? ഞാൻ പിടിച്ചാൽ ഞാൻ വിടൂല.
അങ്ങനെ കണ്ണൻ പറഞ്ഞു. ഞാൻ പിടിച്ചിട്ടുണ്ട്, ഞാൻ വിടൂല. അവതാര കൃത്യങ്ങൾ യഥാക്രമം അനുഷ്ഠിക്കുവാനൊരുങ്ങുന്ന ശ്രീകൃഷ്ണൻ അല്പം കൂടെ അമർന്നിരുന്ന് ഗംഭീരമായിട്ട് കുടിക്കാൻ തുടങ്ങി നർത്തം. സായാഹ്നം കഴിയുന്നു. സൂര്യൻ്റെ ചുവന്ന കതിരുകൾ അമ്പാടിയെ രജോഭാവം അണിയിച്ചു. അസ്തമിക്കാനായി. ഈ സമയത്ത് ഒരാൾ ഓടി വന്നു ചോദിച്ചു, നന്ദഗോപൻ ആരാണ്? ഞാൻ അക്രൂരിൻ്റെ സമീപത്തു നിന്നും വരുന്നു. ഒരു കാര്യം അത്യാവശ്യമായി അറിയിക്കുവാനാണ്. ഉടനെ എനിക്ക് നന്ദഗോപനെ കണ്ടേ മതിയാവും എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഓടിക്കൊണ്ടു വന്നു. ആ സമയത്ത് അതാ അപ്പുറത്തുനിന്ന് സംസാരിക്കുന്ന നന്ദഗോപനാണെന്ന് പറഞ്ഞു. വിയർത്തൊലിച്ചു വന്ന പുരുഷൻ നന്ദഗോപനെ കാണുവാൻ ഓടി. യശോദ അപ്പോഴാണ് കുഞ്ഞിൻ്റെ കാര്യം ഓർത്തത്. ആ സ്ത്രീ കുഞ്ഞിനെടുത്തിട്ട് എവിടെ? ഇതാ പുറത്തേക്ക് ഇറങ്ങി. മറ്റൊരാൾ പറഞ്ഞു, അയ്യോ എൻ്റെ കുഞ്ഞെവിടെ? പാൽക്കുഴ താഴെ വെച്ചിട്ട് യശോദ മുറ്റത്തേക്ക് ഇറങ്ങി. ആ നിമിഷത്തിൽ ഭീകരമായ ഒരു അലർച്ചയും ശബ്ദവും അവർ കേട്ടു. നന്ദഗോപന്റെ ഭവനത്തിലുള്ളവർ നിശ്ചേഷ്ടരായി. ത്രിസന്ധ്യ സമയമായി. ഹിരണ്യകശിപുവിനെ കൊന്ന സമയമായി. അവിടെ കണ്ട കാഴ്ച അവരെ ഭയകമ്പിതരാക്കി. എല്ലാവരും പേടിച്ച് വറച്ചുപോയി എന്ന് പറയുന്നു. കരിക്കട്ടയുടെ നിറം ജയിക്കുന്ന ഭീകരിയായ ഒരു രാക്ഷസി. കരിക്കട്ടക്ക് നല്ലവണ്ണം അരച്ചിട്ട് എണ്ണയും കൂട്ടി അരച്ചാൽ എങ്ങനെ ഉണ്ടാവും കരിക്കട്ട? ആ നിറം അവള്. ചന്ദ്രക്കല പോലെ വെളുത്ത വളഞ്ഞ ദംഷ്ട്രകൾ ഇരുവശത്തും വെളുത്ത കത്തികൾ പോലെ തെളിഞ്ഞു. കയറ് പോലെ പിരിഞ്ഞ മുടി ചിതറിക്കിടക്കുന്നു. ഉരുണ്ട മാംസപേശികൾ അയഞ്ഞു തൂങ്ങിക്കിടക്കുന്നു. നല്ല തടിച്ച കൊങ്കത്തടങ്ങൾ ഇരുവശത്തേക്കും അയഞ്ഞുലഞ്ഞു കിടക്കുന്നു. വളഞ്ഞു പിരിഞ്ഞുയർന്ന നഖങ്ങളും ഗഹ്വരം പോലുള്ള നാസികാദ്വാരങ്ങളും കറുത്ത ചുണ്ടുകളും തുറന്നു തുറിച്ച കണ്ണുകളും രാക്ഷസിയുടെ ഭീഷണഭാവം വിളിച്ചറിയിച്ചു. അയ്യോ, ഒരു ജന്മത്തിലേക്ക് പേടിക്കാൻ അത് മതി ആ രൂപം. കംസന്റെ ചൊല്ലനുസരിച്ച് അമ്പാടിയിലെത്തിയ രാക്ഷസി മരിച്ചു മലർന്നു കിടക്കുന്നു. അവരുടെ ഭീതിതമായ നെഞ്ചിലിരുന്ന് അപ്പോഴും പാൽ കുടിക്കുന്നു. ഉണ്ണിക്കണ്ണൻ ആരോ വലിച്ചെടുത്തു. എൻ്റെ മോൻ എന്നിത്രയും പറയുവാൻ യശോദക്ക് നാവുകൊന്തിയുള്ളവർ ബോധം കെട്ടു വീണു. അവർ മകനെ മാറോട് അണച്ചു പിടിച്ച് ചുടുചുടയൊഴുകുന്ന കണ്ണുനീരിനാൽ മൂർധാവ് നനച്ചു. വാക്കുകൾ കുരുങ്ങിപ്പോകുന്നൊരു നിമിഷം. അപ്പോഴേക്കും നന്ദഗോപർ ഓടിയെത്തി. രാക്ഷസിയായ പൂതനയാണിവൾ. ശിശുക്കളെ കൊല്ലുന്നത് വിനോദമാക്കിയ ദുഷ്ടത്തി. അവൾ അമ്പാടിയിൽ വന്നിട്ടുണ്ടെന്ന് പറയുവാൻ അക്രൂരൻ അയച്ച ദൂതനാണ്. അവളെ വിടരുത്, കൊല്ലണം. അവള് മരിച്ചു കഴിഞ്ഞു എന്നാരോ പറഞ്ഞു. ആ സമയത്ത് യശോദയുടെ കരത്തിലിരുന്ന് കണ്ണൻ ചിരിച്ചു. കാളിന്തി തടത്തിലെ മണ്ണ്, ചാണകം, ജലം എന്നിവ കൊണ്ട് കുഞ്ഞിനെ ശുദ്ധി വരുത്തി. ഈ വൃത്തികെട്ടതിലെടുത്തിനി. ഇതിനിടയിൽ വാർത്ത അമ്പാടിയിൽ എല്ലായിടത്തും പരന്നു. ഗോപന്മാർ എത്തി. പർവ്വതം പോലെ കിടക്കുന്ന രാക്ഷസിയെ കണ്ട് ആശ്ചര്യചകിതരായി നിന്നു. പേടിച്ചുപോയി എല്ലാവരും. ഇത്രയും വലിയൊരു ഭീഷണ രൂപം അവര് ഇതിന് മുമ്പ് കണ്ടിട്ടേയില്ല. ഭാരതത്തിൽ തന്നെ വിവരം ദേവകി അറിഞ്ഞു. പൂതനയെ ദേവകിക്ക് നല്ലതുപോലെ അറിയാമല്ലോ. കണ്ണന്റെ സാമർഥ്യത്തിൽ അഭിമാനം കൊണ്ടെങ്കിലും ഭയം കൂടി വന്നു. അപ്പോൾ ഗർഗാചാര്യനും അവിടെ എത്തി. ആചാര്യനെ കണ്ട ഉടനെ ദേവകി നമസ്കരിച്ചു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ കൊല്ലുവാൻ പൂതന എത്തിയിരിക്കുന്നു. ദൈവഭാഗ്യം കൊണ്ട് കുഞ്ഞ് രക്ഷപ്പെട്ടു. കംസൻ പിന്നെയും ഉപദ്രവം തുടങ്ങിയെന്നാണ് തോന്നുന്നത്. പറയുമ്പോഴത്തേക്ക് വസുദേവർ അവിടെ എത്തി. ആചാര്യൻ പുഞ്ചിരിച്ചു മന്ദം പറഞ്ഞു, ദേവകി വന്നു ചേരേണ്ടവ വരിക തന്നെ ചെയ്യും. പൂതനയുടെ മരണം അങ്ങനെ സംഭവിക്കേണ്ടതാണ്. ഇത് കേട്ട് വസുദേവർ പറഞ്ഞു, ആചാര്യ, എന്താണ് അതിന് കാരണം? വിശദമായി പറഞ്ഞു തന്നാലും. പൂതന ഇങ്ങനെ മരിക്കാനുള്ള കാരണം അറിഞ്ഞ തർക്കേടില്ല എന്ന് പറഞ്ഞു വസുദേവര്. അപ്പൊ പറഞ്ഞു, പൂതന ഇങ്ങനെ തന്നെയാണ് മരിക്കേണ്ടത്. അവൾ കഴിഞ്ഞ ജന്മത്തിൽ ബലിയുടെ പുത്രിയായ രത്നമാലയായിരുന്നു. മഹാബലിയുടെ യജ്ഞ സമയത്ത് അവതരിച്ച വാമനനെ കണ്ടപ്പോൾ രത്നമാലക്കൊരാഗ്രഹം മുളച്ചു. വാമനൻ തൻ്റെ പുത്രനായിരുന്നുവെങ്കിൽ മതിവരുവോളം അദ്ദേഹത്തെ സ്തന്യപാനം ചെയ്യിക്കാമായിരുന്നു എന്ന് അങ്ങനെയാണ് തോന്നിയത്. ഈ ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചു അവൾ ജീവിച്ചു. രത്നമാല കാലഭീരു മഹർഷിയുടെ മകളായി ജനിച്ചു. അവിടുന്ന് പിന്നെ ഒരു ജനനം മാറി ഒക്കെ. അവളെ അദ്ദേഹം ശാസ്ത്രവിധി അനുസരിച്ച് കക്ഷീവാൻ എന്ന മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഒരിക്കൽ കക്ഷീവാൻ തീർത്ഥയാത്ര പോയി. ആ സമയം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ചാരുമതി ഒരു ശൂദ്രന്മായ പ്രണയത്തിലായി. കക്ഷീവാൻ പോയ സമയത്ത് ഈ ചാരുമതി, ഇവർക്ക് അവിടെ ചാരുമതി എന്നായിരിക്കും പേര്. അബദ്ധചാരിണിയും പങ്കിലയും അവള് വെറും ചീത്തയായി. അവള് മഹർഷി വിവരം അറിഞ്ഞു. ചാരുമതിയെ ശപിച്ചു, നീ രാക്ഷസിയായി തീരട്ടെ.
ശാപം ഗ്രഹിച്ച ചാരുമതി ശാപമോക്ഷത്തിനു ഇരുന്നു. ദയാപരവശനായ മഹർഷി പറഞ്ഞു: ചാരുമതിയെ, നീ കഴിഞ്ഞ ജന്മത്തിൽ രത്നമാലയായിരുന്നു. വാമന രൂപം കണ്ടപ്പോൾ ഭഗവാൻ മകനായി ജനിച്ചെങ്കിൽ നന്നായിരുന്നു എന്ന് നീ ആഗ്രഹിച്ചു. ആ ആഗ്രഹം പൂർത്തീകരിക്കാം. ഭഗവാൻ കൃഷ്ണനായി അവതരിക്കുന്നു. പൂതനയായി നീ അദ്ദേഹത്തിന് പാല് നൽകും. ഭഗവാൻ നിനക്ക് മോക്ഷം തരികയും ചെയ്യും. അതിപ്പം ശാപമോക്ഷമായിട്ട് കണക്കാക്കിക്കോ എന്ന് പറഞ്ഞു. ഗർഗാചാര്യൻ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. ആ രത്നമാലയാണ് ചാരുമതിയായും പൂതനയായും ജനിച്ചത്. ഭഗവാൻ അവൾക്ക് മോക്ഷവും നൽകി. ഇതിൽ വേദനിക്കേണ്ട കാര്യം എന്ത്? ഒന്നുമില്ല. ദേവകിയെയും വസുദേവരെയും ആശ്വസിപ്പിച്ചതിന് ശേഷം ആചാര്യൻ നടന്നു. ഇവിടെ കംസൻ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ആ വാർത്ത എത്തിയത്. പൂതന മരിച്ചു. അമ്പാടിയിൽ നന്ദഗോപന്റെ ഭവനത്തിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. അവർ തന്നെ അവളുടെ ദേഹം പലതായി നുറുക്കി അടക്കുകയും ചെയ്തു. വാർത്ത ആദ്യം കംസൻ വിശ്വസിച്ചില്ല. വെറുതെ പറഞ്ഞായിരിക്കുപ്പ. പക്ഷേ പിന്നെയും ദൂതന്മാർ വന്ന് വാർത്ത ഉറപ്പായി. യഥാർത്ഥത്തിൽ കംസൻ അത്ഭുതപ്പെട്ടു. സമർത്ഥയും വിശ്വസ്തയുമായിരുന്നു പൂതന. അവൾ തന്നെ സ്നേഹിച്ചിരുന്നു. ആ സ്നേഹത്തിന് വേണ്ട വിധം പകരം നൽകുവാൻ കഴിഞ്ഞില്ല. നിർബന്ധിച്ചാണ് അവളെ അമ്പാടിയിലേക്ക് വിട്ടത്. പക്ഷേ അവളെ വധിക്കുവാൻ മനുഷ്യകരങ്ങൾക്ക് അസാധ്യമാണ്. അങ്ങനെയെങ്കിൽ അശരീരിൽ പറഞ്ഞ ബാലനായിരിക്കും അമ്പാടിയിൽ ജനിച്ചിരിക്കുന്നത്. തന്നെ കബളിപ്പിക്കുവാൻ ദേവകൾ കണ്ടെത്തിയതാണ് ഈ മാറ്റം. ആ ശിശുവിനെ വധിക്കുകയാണ് ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം. നന്ദഗോപന്റെ മകൻ എൻ്റെ അന്തകനോ? അവരെ മുഴുവൻ നശിപ്പിക്കാം. പക്ഷേ മധുരയിൽ കരം കൃത്യമായി നിൽക്കുന്ന ഏക വ്യക്തിയാണ് നന്ദഗോപൻ. പിണങ്ങിയാൽ ഐശ്വര്യം നശിക്കും. അതുകൊണ്ട് രഹസ്യമായി ആ ശിശുവിനെ ഒഴിവാക്കിയാൽ മതി. അതാണ് നല്ലത്. കംസൻ സുഹൃത്തുക്കളെ വരുത്തി. സുഹൃത്തുക്കളെ ആലോചിക്കാതെ ഒരു പരിപാടിയില്ലല്ലോ, മീറ്റിംഗ് കൂടണ്ടേ? പൂതനയുടെ മരണം അവരെ ധരിപ്പിച്ചു. അതിന് പ്രതികാരം ചെയ്യണം. ആ ശിശു സാധാരണക്കാരനാണെന്ന് തോന്നുന്നില്ല. അവൻ ഏറെ നാൾ വളരുവാൻ അനുവദിക്കരുത്. ആരാണ് ആ കർമ്മം ഏറ്റെടുക്കുന്നത്? പൂതനക്ക് കഴിഞ്ഞില്ല. നിങ്ങളിൽ ആരാണ് എന്ന് ചോദിച്ചു. അപ്പ ശകടാസുരൻ പറഞ്ഞു: പ്രഭു, കേവലം ഒരു ശിശുവിൻ്റെ കാര്യത്തിൽ അങ്ങ് അസ്വസ്ഥനാകരുത്. ഞാനില്ലേ, ഞാൻ മതി. അവനെ ഞാൻ നശിപ്പിച്ചു കൊള്ളാം. അങ്ങ് അക്കഥ വിട്ടേക്കുക. നന്ദഗോപന്റെ മകൻ മരണം പോകിയെന്ന് കരുതിയേക്കുക എന്ന് പറഞ്ഞു. കംസൻ ആനന്ദമായി. അടുത്ത ദിവസം പ്രഭാതം. കുറച്ചു ജനം അമ്പാടിയിലേക്ക് പോകുന്നു. എന്താണ് കാരണം? ശകടൻ അന്വേഷിച്ചു. അവരിൽ ഒരാൾ പറഞ്ഞു: അമ്പാടിയിൽ നന്ദപുത്രന്റെ ജന്മനക്ഷത്രമാണിന്ന്. അംഗപരിവർത്തനം എന്ന ചടങ്ങ് നടക്കുകയാണ് അവിടെ. അതിന് ആഘോഷവും സദ്യയുമുണ്ട്. അവിടെ കൂടാൻ ക്ഷണമുണ്ട്. ഞങ്ങൾ അതിനാണ് പോകുന്നത് എന്ന് ഈ പോകുന്നത്. എന്തെവിടെ അവിടെ നിന്ന കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു: ഞങ്ങൾ അതിന് പോകുന്നതാണ്. അവിടെ അങ്ങനെ ഒരു ആഘോഷമുണ്ട് എന്ന് പറഞ്ഞു. ആഘോഷം അവിടെ നാളെ നടക്കട്ടെ. നമുക്ക് ഇന്നലെ പൊന്നുണ്ണി കണ്ണിൻ്റെ പാദപത്മത്തിൽ സമർപ്പിക്കാം. കസ്തൂരി തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ചകലയൻ കണ്ഠേ ച മുക്താവലിം ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാലചൂഡാമണി. ശ്രീഹരേ നമഃ.